നാടെങ്ങും 74ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടന സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഓരോ പൗരനും കടമയുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയ്ക്ക് വെള്ളിയാഴ്ച തൃശൂരിൽ തുടക്കമാകും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കും. തൃശൂർ MG റോഡിലെ ഹോട്ടലിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയ സംഭവം. കണ്ടാലറിയുന്ന 12ഓളം പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ട്രാക്ടർ റാലി നടന്നു. കർഷക സമരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി. വാർത്തകൾ വിശദമായി. 74ാം റിപ്പബ്ലിക് ദിനം നാടെങ്ങും ആഘോഷിച്ചു. ഭരണഘടന സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഓരോ പൗരനും കടമയുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭരണഘടനയിലെ പൗരാവകാശങ്ങൾ ഉറപ്പിക്കുന്നതോടൊപ്പം അത് മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതും പൗരസമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിന് അവധി വരികയും ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തുവെങ്കിലും പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 എന്ന വസ്തുത നമുക്കറിവുള്ളതാണല്ലോ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ നമ്മുടെ മാതൃരാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായി മാറി. രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ പരമാധികാര റിപ്പബ്ലിക്കായി നിലകൊള്ളുന്നത് ഭരണഘടനയുടെ കരുത്തുറ്റ അടിത്തറയിലാണ്. ആ അടിത്തറ തകർന്നാൽ ഇന്ത്യയില്ല. ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിന് പൗരൻ എന്ന നിലയിൽ ആവശ്യമായ ദിശാബോധം നൽകുന്ന ആധികാരിക മാർഗരേഖയാണ് ഭരണഘടനയെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ DHQ ക്യാമ്പ് ഇൻസ്പെക്ടർ കെ വിനോദ് കുമാർ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ചു. വനിതാ സെൽ ഇൻസ്പെക്ടർ PV സിന്ധു പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി. 3 ബാൻഡ് പ്ലാറ്റൂണുകൾ ഉൾപ്പെടെ 23 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പ്രളയാനന്തരം രൂപീകരിച്ച സന്നദ്ധ സേവന സേനാ ടീം കേരള യൂത്ത് ഫോഴ്സ് ആദ്യമായി പരേഡിന്റെ ഭാഗമായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പ്രളയാനന്തരം രൂപീകരിച്ച സന്നദ്ധ സേവന സേനാ ടീം കേരള യൂത്ത് ഫോഴ്സ് ആദ്യമായി പരേഡിന്റെ ഭാഗമായി. ജില്ലാ കളക്ടർ ഹരിത V കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ജില്ലാ റൂറൽ പോലീസ് മേധാവി ഐശ്വര്യ ഡോങ്റെ എന്നിവരും പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെയും വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, സീക്രട്ട് ഹാർട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനം എന്നിവ അരങ്ങേറി. വെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി സമ്മാനദാനം നിർവഹിച്ചു. മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, സബ് കളക്ടർ മുഹമ്മദ് ഷെഫി, പെരുവനം കുട്ടന്മാരാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലി വർണ്ണാഭമായി. കോർപ്പറേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന റാലിയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, റോളർ സ്കേറ്റിംഗ് സംഘങ്ങൾ, കളരി സംഘം, വിവിധ കലാസാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, ആക്സ് എന്നിവരെല്ലാം അണിനിരുന്നു. റോളർ സ്കേറ്റിംഗ്, കളരി സംഘങ്ങളുടെ പ്രകടനം റാലിയുടെ മാറ്റുകൂട്ടി.
മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ അടക്കമുള്ളവരും റാലിയിൽ പങ്കാളികളായി. തേക്കിൻകാട് മൈതാനിയിൽ സമാപിച്ച റാലിയിൽ മികച്ച പ്രകടനം നടത്തിയ ടീമുകൾക്കും ക്ലബ്ബുകൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. TCV തൃശൂർ. ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയ്ക്ക് തൃശൂരിൽ വെള്ളിയാഴ്ച തുടക്കമാകും. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ശാസ്ത്രമേളയിൽ കേരളത്തിന് പുറമെ കർണാടക, പുതുച്ചേരി, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രൂപ്പ്, വ്യക്തിഗത ഇനങ്ങൾക്ക് പുറമെ അധ്യാപകർക്കായി പ്രത്യേക മത്സരങ്ങളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രമേള ചൊവ്വാഴ്ച വൈകിട്ട് സമാപിക്കും. തൃശൂർ MG റോഡിലെ ഹോട്ടലിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയ സംഭവത്തിൽ കണ്ടാൽ അറിയുന്ന 12ഓളം പേർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സംഘർഷത്തിൽ KSU ജില്ലാ സെക്രട്ടറി എബിമോൻ, യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് സജോ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI പ്രവർത്തകർ ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. അതേസമയം ഹോട്ടലിൽ ചായ കുടിക്കാനെത്തിയ തങ്ങൾക്കു നേരെ KSU പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് SFI പ്രവർത്തകരും പറഞ്ഞു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണ്ണുത്തിയിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് തൃശൂർ അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ജിജോമോൻ ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ, ജില്ലാ കമ്മിറ്റി അംഗം ജിൻസി പ്രിജോ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുത്തു തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ ട്രാക്ടർ റാലി നടത്തി. ഡൽഹി കർഷക സമരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പാക്കാതെ കർഷക വഞ്ചന നടത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് ട്രാക്ടർ റാലി നടത്തിയത്. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ട്രാക്ടർ റാലി EMS സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നല്ലി MLA, ജില്ലാ പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ സെക്രട്ടറി AS കുട്ടി എന്നിവർ സംസാരിച്ചു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ ഒറ്റപ്പെട്ട വള്ളവും 50 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. ചേറ്റുവ അഴിമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട വലപ്പാട് സ്വദേശി ശശിധരന്റെ ഉടമസ്ഥയിലുള്ള കാവടി എന്ന ഇൻബോർഡ് വള്ളമാണ് തളിക്കുളത്ത് നിന്നും 8 നോട്ടിക്കൽ മൈൽ അകലെ എഞ്ചിൻ നിലച്ച് കടലിൽ അകപ്പെട്ടത്. തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സുലേഖയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് തൊഴിലാളികളെയും വള്ളവും കരയിലെത്തിച്ചു. AFEO സാജൻ, റെസ്ക്യൂ ഗാർഡ് BH ഷെഫീഖ്, സ്രാങ്ക്, റസാഖ് ഉത്തപ്പ എന്നിവരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മണ്ണുത്തി ദേശീയപാത പൂർണ്ണമായും ഈ വർഷം അവസാനത്തോടെ ക്യാമറ നിരീക്ഷണത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞനംപാറ മുതൽ വാണിയംപാറ വരെയുള്ള ദേശീയപാതയിലാണ് ക്യാമറകൾ മെഴുതുറക്കുക. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ ഇതിനാവശ്യമായ സൗകര്യം ഒരുക്കും. ക്യാമറ സ്ഥാപിക്കുന്നതോടെ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നവരെയും നിയമലംഘനം നടത്തുന്നവരെയും കണ്ടെത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടമായാണ് വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കം കുറിക്കുന്നത്. ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചാണ് വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. കയ്പമംഗലത്ത് മത്സ്യത്തൊഴിലാളിയുടെ വീട് കത്തിനശിച്ചു. കയ്പമംഗലം വെസ്റ്റ് ഡോക്ടർ പടിക്ക് പടിഞ്ഞാറ് പോണത്ത് വിനീഷിന്റെ ഓലമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. വീട് പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. അയൽവാസികളും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയിരുന്നു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പെൺസുഹൃത്തിനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ആമ്പല്ലൂർ വീട്ടിൽ രഞ്ജിത്ത് ബാബുവിനെയാണ് മാള SHO സജിൻ ശശി അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച കോട്ടമുറിയിൽ വെച്ചാണ് സംഭവം. പെൺസുഹൃത്തിനെ ഫോണിൽ വിളിക്കുമ്പോൾ തിരക്കാണെന്ന സന്ദേശം കേൾക്കുന്നതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. പോലീസ് സംഭവസ്ഥലത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്.
SI-മാരായ VB വിമൽ, മുഹമ്മദ് ബാഷി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വരന്തരപ്പള്ളി പൗണ്ടിൽ വീട്ടുപറമ്പിൽ കാട്ടുപന്നികൾ ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. പൗണ്ട് സ്വദേശി പള്ളിക്കലകത്ത് നജമുദ്ദീന്റെ പറമ്പിലെ 200ഓളം നേന്ത്രവാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. 2 മാസം പ്രായമായ വാഴകൾ കുത്തിമറിച്ചിട്ട നിലയിലാണ്. ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറയുന്നു. വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാട്ടുപന്നികളെ തുരത്താനുള്ള നടപടികൾ അധികൃതർ എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നശിച്ചുപോയ വാഴകൃഷിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകന്റെ ആവശ്യം. അതേസമയം കഴിഞ്ഞ ദിവസം പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി മാനിനെ കൊന്നിരുന്നു. രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവ പുരസ്കാരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ ബെന്നി മാത്യു. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് സേനയിൽ നിന്നും ബെന്നി മാത്യുവിന് ഇതുവരെ 30ഓളം റിവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 25 വർഷത്തോളമായി സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബെന്നി മാത്യു 13 വർഷമായി കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. നിലവിൽ കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറാണ് ബെന്നി മാത്യു. അതിവിശിഷ്ട സേവാ പുരസ്കാരത്തിന് സംസ്ഥാനത്ത് നിന്ന് അഗ്നിരക്ഷാ സേനാ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 പേരിൽ ഒരാളാണ് ഈ ഫയർ ഓഫീസർ. 2011 മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനും 2017 രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനും ബെന്നി മാത്യു അർഹനായിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, വടക്കഞ്ചേരി, മട്ടന്നൂർ, കുന്നംകുളം, ഗുരുവായൂർ, വിയ്യൂർ അഗ്നിരക്ഷാ പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് സേനയിൽ നിന്നും ബെന്നി മാത്യുവിന് ഇതുവരെ 30ഓളം റിവാർഡുകൾ ലഭിച്ചു. കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്റർ മെഡൽ ലഭിക്കുകയുണ്ടായി. 2017 രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലും ലഭിക്കുകയുണ്ടായി. 2023 രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡൽ എനിക്ക് ലഭിച്ചു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അതിന് വേണ്ടി ശുപാർശ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനോടും ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ഉദ്യോഗസ്ഥരോടും ഞാൻ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. തൃശൂർ പനമുക്ക് നീലങ്കാവിൽ മാത്യു ഫിലോമിന ദമ്പതികളുടെ മകനാണ് ബെന്നി മാത്യു. ഭാര്യ നിമ്മി ആൻഡോ, മക്കളായ അലക്സ് ലാൽ, ബെനിക്സ് ലാൽ എന്നിവരും ബെന്നി മാത്യുവിന്റെ നേട്ടത്തിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. TCV കുന്നംകുളം. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ സെക്യുലർ ഫോറം സംഘടിപ്പിക്കുന്ന 5 ദിന പ്രഭാഷണ പരമ്പര വീണ്ടെടുപ്പിന് സാഹിത്യ അക്കാദമിയിൽ തുടക്കം. ജനങ്ങളിൽ നിന്നുള്ള തീരുമാനങ്ങൾ മുകളിലേക്ക് പോകുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് എന്നും മുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന സംവിധാനത്തെയും റിപ്പബ്ലിക് എന്ന് പറയാനാവില്ലെന്നും ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പറഞ്ഞു. മതേതരത്വത്തിനുള്ള പ്രധാന വെല്ലുവിളി ഭൂരിപക്ഷ വർഗീയതയാണ്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി എല്ലാ ജനക്ഷേമ പദ്ധതികളെയും തുരങ്കം വച്ച് ചൂഷണം തീവ്രമാക്കി വർഗവ്യത്യാസത്തിന് ആക്കം കൂട്ടുന്ന കോർപ്പറേറ്റ് മൂലധനവും അതിന്റെ പിണിയാൾ മാത്രമായ ഇന്നത്തെ ഗവൺമെന്റും സമത്വമെന്ന ലക്ഷ്യത്തെ കൂടുതൽ വിദൂരമാക്കിയിരിക്കുകയാണ്. ഗാന്ധിജി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന ഗവൺമെന്റിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമായിരുന്നുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കവി ഡോക്ടർ C. രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. C. വിമല, T. സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം ചാട്ടുകല്ലുത്തറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു. ചാട്ടുകല്ലുത്തറ പറോട്ടത്താൻ രാജുവിന്റെ മകൾ രാജിക്കാണ് കുത്തേറ്റത്. രാജിക്ക് മുതുകിലും കൈയിലും മുറിവേറ്റെങ്കിലും സാരമായ പരിക്കില്ല. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം രാജിയെ വിട്ടയച്ചു. ഭർത്താവ് അയമ്പുഴ ആലപ്പാട്ട് വീട്ടിൽ അനീഷിനെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുത്തു. കുടുംബകലഹത്തെ തുടർന്ന് അനീഷുമായി അകന്നു നിൽക്കുകയാണ് രാജി. ചാട്ടുകല്ലുത്തറയിലെ അമ്മായിയുടെ വീട്ടിൽ താമസിക്കുന്ന രാജിയെ ഇവിടെ വന്നാണ് ഇയാൾ കുത്തിയത്. വന്ന് വെറുതെ കിടന്നും തല്ലും വഴക്കും ഒച്ചപ്പാടാണ്. സംശയമാണ് അവളാരുടെ കൂടെ പോകണമെന്നുള്ള ആ ഒരു അവരോട് പോകാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞവൻ ഇപ്പം ഇന്ന് ഒരു 3 മണി 3:30 വന്നിട്ട് അവൻ കോംപ്രമൈസ് ആക്കാം, ഇനി എന്നെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, ഒക്കെ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല, മര്യാദയ്ക്ക് പണി കിട്ടുന്ന ഈ 3 മക്കളുണ്ട്. ഈ 3 മക്കൾക്ക് ചിലവിന് കൊടുക്കാം. അവളൊരു പണിക്കും പോകണില്ല. അവൾ പണിക്ക് പോകാൻ പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവിടെ ഈ കുഞ്ഞു കൊച്ചിട്ടുണ്ട്. ഇതാണ് ഇളയത്. ഇതിന് ചുണ്ടൽ കളിക്ക് പോകാൻ പറ്റില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു.
കേരള കലാമണ്ഡലം നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, പത്മശ്രീ കെ രാമചന്ദ്രൻ പുലവർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയായി ഉയർത്തുവാനുള്ള ഗവർണറുടെ നയപ്രഖ്യാപനം കലാമണ്ഡലത്തെ സ്നേഹിക്കുന്ന ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സന്തോഷം പകരുന്നതാണെന്ന് പത്മശ്രീ കലാമണ്ഡലം ഗോപി അഭിപ്രായപ്പെട്ടു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ MV നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ TK വാസു, K രവീന്ദ്രനാഥ്, അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ, എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് K അനിൽ, PTA പ്രസിഡന്റ് അനിൽകുമാർ, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിള സംഗീതോത്സവം 31-ന് സമാപിക്കും. SC/ST ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെയും ഇൻഫർമേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം ക്രൈംബ്രാഞ്ച് DVSP PB പ്രശോഭ് നിർവഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ AK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതിക്കാർക്കും ഇതര വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും ബോധവൽക്കരണ ക്ലാസുകളും ഇൻഫർമേഷൻ സെന്റർ വഴി ലഭ്യമാക്കും. സംഘടനാ പ്രതിനിധികളായ KM മോഹനൻ, സന്തോഷ് കുറ്റുമുക്ക്, PC പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും പ്രതിശ്രുത വധു രാധിക മർച്ചന്റും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. വിവാഹത്തിന് മുന്നോടിയായി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടിയെത്തിയ ഇരുവരും ദേവസ്വത്തിന് 55 കോടിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് മടങ്ങിയത്. തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 ശ്രീകൃഷ്ണ കോളേജിൽ ഹെലികോപ്റ്ററിലാണ് ആനന്ദും രാധികയും എത്തിയത്. ബോളിവുഡ് നടി ശ്രീദേവിയുടെ മകളും നടിയുമായ ജാൻവി കപൂറും സുഹൃത്തുക്കളും മറ്റൊരു ഹെലികോപ്റ്ററിലുമായി ഇവർക്കൊപ്പമുണ്ടായിരുന്നു. കാർ മാർഗം ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ പ്രതിശ്രുത വധൂവരന്മാരെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പൊന്നാട ചാർത്തി സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ആനന്ദിനെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ P മനോജ് കുമാർ സ്വീകരിച്ചു. സ്വർണ്ണക്കൊടി മരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം ചെയർമാൻ ഭഗവാന്റെ പ്രസാദ കിറ്റ് ആനന്ദിനും രാധികയ്ക്കും നൽകി. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ച ശേഷം പുറത്തിറങ്ങി. 2 തവണ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും അകത്ത് കയറി തൊഴുതു. തിരികെ അതിഥി മന്ദിരത്തിലേക്ക് നടക്കുന്നതിനിടയിലാണ് ദേവസ്വം ചെയർമാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കാര്യം സൂചിപ്പിച്ചത്. അതിനുവേണ്ട നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് ഉറപ്പു നൽകി. തുടർന്ന് ശ്രീവത്സത്തിലെത്തിയ ആനന്ദിന് ദേവസ്വം ചെയർമാൻ ആശുപത്രിയുടെ DPR കൈമാറി. ദേവസ്വം ഉപഹാരമായി മ്യൂറൽ പെയിന്റിംഗും ദേവസ്വം ഡയറിയും ഇരുവർക്കുമായി സമ്മാനിച്ചു. ശ്രീവത്സത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആനത്താവളം സന്ദർശിച്ചു. കൊമ്പൻ ഇന്ദ്രസെന്നിന് ആനന്ദും രാധിക മർച്ചന്റും പഴം നൽകി. 4:30 കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയി. ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയടക്കം 20ഓളം വാഹനങ്ങളുടെ അകമ്പടിയിൽ കേന്ദ്രസേന കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഗുരുവായൂർ ACP KG സുരേഷ്, ടെമ്പിൾ SHO C പ്രേമാനന്ദകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സുരക്ഷയൊരുക്കി. ജനുവരി 19-ന് മുംബൈയിലായിരുന്നു ആനന്ദിന്റെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ നിശ്ചയം നടന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. പാർപ്പിട അവകാശ സംരക്ഷണ സമിതി PASS സംസ്ഥാന സമ്മേളനം PASS ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CN മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രാജേഷ് അപ്പാട്ട്, മറ്റു ഭാരവാഹികളായ K ശിവരാമൻ, സിദ്ദിഖ് പെരുമ്പടം, വിജയൻ വയനാട് തുടങ്ങിയവർ സംസാരിച്ചു. പൈതൃക കലാരൂപങ്ങളുടെ ആവിഷ്കാരമായ ചാലക്കുടി ഫെസ്റ്റിന് തുടക്കമായി. മന്ത്രി P രാജീവ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. കലകളുടെ സാംസ്കാരിക ഔന്നിധ്യം കേരളത്തെ ലോകത്തിന് മുന്നിൽ മഹനീയമാക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. TJ സനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷന്റെ വീരരാഘവ ഭാഗവതർ പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് മന്ത്രി സമ്മാനിച്ചു. നഗരസഭാ ചെയർമാൻ AB ജോർജ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൌൺസിലർ KV പോൾ, ഫൗണ്ടേഷൻ ചെയർമാൻ VVS മുരാരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യനെ കുറെ കൂടി മാനവികതയിലേക്കും നൈതികതയിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ സംഗീതം വഹിക്കുന്ന പങ്ക്. അതിരപ്പള്ളി പുളിയലപ്പാറ പള്ളിയുടെ സമീപം ചീറ്റപ്പുലിയെ കണ്ടെത്തി. പള്ളിയുടെ പിൻഭാഗത്തെ പറമ്പിൽ പുലി പ്രത്യക്ഷപ്പെട്ടു. വലിയ ശബ്ദം കേട്ട് സമീപവാസികൾ ടോർച്ച് തെളിയിച്ച് നോക്കിയപ്പോഴാണ് ചീറ്റപ്പുലിയെ കണ്ടത്. പൊരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള പ്രവേശന കവാടമായ പുളിയിലപ്പാറയിൽ പുലികളെ കാണാറുണ്ടെങ്കിലും ചീറ്റപ്പുലി എത്തുന്നത് ഇതാദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വാണിജ്യം.
വെസ്റ്റേൺ ലോൺസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നവീകരിച്ച ഓഫീസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ TV ജോസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോണി അത്താണിക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷോയ് നാരായണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി റാഫി, കൃഷ്ണേന്ദു ശ്രീജിത്ത്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് KF പാപ്പച്ചൻ, കമ്പനി സെക്രട്ടറി K ശ്രീകൃഷ്ണകുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹിരൺ C, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞാണി യൂണിറ്റ് പ്രസിഡന്റ് MP ജീസ്, വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞാണി യൂണിറ്റ് പ്രസിഡന്റ് TN പ്രേമരാജൻ, വെസ്റ്റേൺ ഡെപ്യൂട്ടി ചെയർമാൻ KA ഫ്രാൻസിസ്, മാനേജിംഗ് ഡയറക്ടർ AC അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. പുതിയതായി കുറികളും ഗോൾഡ് ലോൺ വായ്പകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാടെങ്ങും 74ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടന സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഓരോ പൗരനും കടമയുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയ്ക്ക് വെള്ളിയാഴ്ച തൃശൂരിൽ തുടക്കമാകും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കും. തൃശൂർ MG റോഡിലെ ഹോട്ടലിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയ സംഭവം. കണ്ടാലറിയുന്ന 12ഓളം പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ട്രാക്ടർ റാലി നടന്നു. കർഷക സമരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.